അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവജനത്തോടൊപ്പമായിരിക്കാൻ കഴിയുന്ന ഓരോ സമയത്തിനായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആത്മലോകം കാണാൻ കഴിയുമോ? ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മലോകത്തെ കാണാനായി കഴിയും. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന്. ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അവൻ ജീവിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ എന്നിലായിരിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഞാൻ ചലിക്കുമ്പോൾ എന്നോടൊപ്പം ചലിക്കുന്നൊരു ആത്മലോകമുണ്ട്, എന്നോടൊപ്പം ചലിക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അത് കാണാൻ കഴിയുന്നില്ല എങ്കിലും യഥാർത്ഥത്തിൽ കർത്താവ് എന്നോടൊപ്പമുണ്ട്. അവൻ്റെ കരം എന്നോടൊപ്പം ചലിക്കുന്നു. ഇതിനെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്നോ, എത്രത്തോളം ഗ്രഹിക്കാൻ കഴിയുന്നോ, അവയർനെസ്സിൽ ആകാൻ കഴിയുന്നോ, അത്രത്തോളം നമ്മുടെ ലൈഫ് സക്സസ് ആയിരിക്കും. നമുക്ക് ദൈവജനത്തിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിൽ ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ എക്സൈറ്റ്മെന്റ് വരാത്ത? ഒന്ന് തുള്ളിച്ചാടിയിട്ട് പറ, കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, അതുകൊണ്ട് ഞാൻ പറയും. ആരെങ്കിലും പറയാൻ തുടങ്ങിയ അവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയും. ഓ, ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ ലോകത്തിന് കാണാൻ കഴിയുന്നില്ലെന്ന് വരാം, പക്ഷെ അവൻ ആരോട് കൂടെ ഉണ്ട്? അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുക. ആ വാക്യം എന്തോ സാറേ, ഒന്ന് വായിക്കാമോ? ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നു ഉമ്മ കൊടുത്തിട്ട് പറ, അവൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടത്തില്ല. അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ തലയെ വെച്ചിരുന്ന എന്നാന്നറിയോ? അനാഥരെന്ന് പറഞ്ഞ അപ്പനില്ലാത്തവർ, അപ്പനില്ലാത്തവർ. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്നാ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, അപ്പന്മാരില്ലാതെ വിട്. അപ്പന്മാരുടെ കാര്യമല്ല, പറ, അപ്പന്മാരുടെ കാര്യമല്ല. അനാഥൻ എന്ന് പറയുമ്പോ തലയിൽ കയറുന്ന ഏതാ? അപ്പന്മാരുടെ കാര്യമല്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല.
ഞാൻ നിന്റെ കൂടെ നടക്കും, ഞാൻ കൂടെ ഇരിക്കും, ഞാൻ കൂടെ നിൽക്കും, കൂടെ സഞ്ചരിക്കും. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. യേശു കൂടെ എന്ന് പറയാം. അല്ലെങ്കിലും യേശു കൂടെയുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എന്നിട്ട് അടുത്ത് പറയുവോ വൈകുന്നേരം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, ലോകത്തിന് കാണാൻ പറ്റത്തില്ല, നിങ്ങളോ എന്നെ കാണും. ഇത് എന്റെ യേശു അപ്പച്ചൻ പറഞ്ഞതാണെങ്കിൽ അത് ശിഷ്യന്മാരോടുള്ള കാര്യം മാത്രമല്ല, നിങ്ങളോ ഞാനോ, നിങ്ങളോ ഞാനോ, നിങ്ങളോ കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകക്കാർക്ക് പിടികിട്ടത്തില്ല. ഇങ്ങനെ എന്താ ചാടുന്നത്? അവൻ പറയും കാശുണ്ടാക്കാൻ പറ്റും, വൈരക്കല്ല് വെച്ചോണം വിട്ടിട്ട് വേറെ പണിക്ക് ഇറങ്ങിയിരിക്കുവോ? അല്ലവേ, നിനക്ക് കാണാൻ വയ്യ എന്റെ കൂടുള്ള ആരാന്ന്. സർഗാദി സ്വർഗങ്ങളിൽ കൊള്ളാൻ കഴിയാത്തവൻ, രാജാതിരാജാവായവൻ, സ്വർഗത്തിനും മതിയാകാത്തവൻ, സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എന്റെ കൂടെ, എന്റെ കൂടെ, എന്റെ കൂടെ നിൽക്കുവോ? അടുത്തിരിക്കുന്നവരോട് പറ, കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും യേശു കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും യേശു കൂടെ. കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും യേശു കൂടെ. നോക്കിക്കേ, കുറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല. അടുത്ത വാക്ക, എന്നാൽ നിങ്ങൾക്കോ എന്നെ കാണാൻ കഴിയുന്നു. അടുത്ത വാചകമാണ് കുറച്ചും കൂടി ഗൗരവമുള്ള. വായിച്ചേ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പോവാ. അപ്പൊ നമ്മളുടെ ലൈഫിന്റെ പ്രത്യേകത, ഹീസ് അലൈവ്, ദാറ്റ്സ് വൈ ഐ ആം അലൈവ്. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയുന്നു പറയുന്നത്, എന്നെ തൊട്ടാൽ തീക്കളിയാന്ന് പറയുന്നത്. കാരണം ഞാൻ ജീവിക്കുന്നതുകൊണ്ട് അവൻ ജീവിക്കുന്നത്, അവൻ ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒന്ന് തുള്ളിച്ചാടി രാമീൻ പറഞ്ഞേ. നിങ്ങൾ പോകാൻ റെഡിയാണോ? ഒരു രോഗിയുടെ അടുക്ക് പോകാൻ തയ്യാറാണോ? എന്നിട്ട് ആ കൈ തലയിലോട്ട് വെച്ചിട്ട് പറയണേ, കർത്താവേ എനിക്ക് നിന്റെ കൈ കാണണം. ഞാൻ നിങ്ങളോട് പറയേ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമോ, ഒരു 10-25 കൊല്ലം മുമ്പ്. ഇതെങ്ങനെ എൻ്റെ തലയിൽ ഇപ്പോൾ ഓർമ്മ വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഓർമ്മ വരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കൊക്കെയോ മനസ്സിലാകാൻ വേണ്ടിയാ, അതാർക്കൊക്കെയോ വെളിപ്പെടുകയാ. Something is going on today. അസാധാരണമായ എന്തോ സംഭവിക്കുകയാ, അത് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാ. എന്റെ പരിപാടി നിരം തൊഴിൽ ഇതായിരുന്നു. ആരുടെ തലയിൽ കൈവച്ചാലും കുറച്ചു നേരം കണ്ണടച്ച് അന്യഭാഷ പറയുമായിരുന്നു ഞാൻ. ആളുകൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഞാൻ നോക്കുക കൈ വന്നോ എന്ന്. ഞാനൊരു ദൈവ മനുഷ്യനാണ്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ കള്ളം പറയത്തില്ല, നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ആ അനുഭവങ്ങൾ ഈ പകൽ മുതൽ ഉണ്ടാകട്ടെ. സോളി, ഈ പകൽ മുതൽ നിന്റെ കൂടെ അതുണ്ടാകും. നിങ്ങളിൽ പലരുടെയും കൂടെ അതുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. യൂട്യൂബിൽ കാണുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. റോജ, നിന്റെ കൂടെ അതുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. ഈ ദിവസങ്ങൾ മുതൽ പലരുടെയും കൂടെ അതുണ്ടാകും. നമ്മുടെ തലയിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ വിഷ്വലായി ലിറ്ററലി കർത്താവ് അങ്ങനെ വരുമെന്നോ നമ്മുടെ കൂടെ പ്രവർത്തിക്കുമെന്നോ നമ്മുടെ തലയിലില്ല. അങ്ങനെ ചിന്തയില്ല. ഇപ്പൊ കർത്താവ് നമ്മുടെ വിശ്വാസം പറയാം. വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാ. പക്ഷെ ഒരാൾ കൂടെ നടക്കുന്ന കൂടെ മനസ്സിലായുള്ള ചിന്തയെന്ന് ചിന്തിച്ചു നോക്കി. ഒരു നല്ല ഹാലോലിയാ പറയാം. ഞാൻ പലപ്പോഴും കർത്താവിനോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ്, ഏലിയാവിന്റെ കൂടെ ഇരുന്ന അതേ ദൂതൻ എന്റെ കൂടെ ഇരിക്കുന്ന എനിക്ക് കാണണമെന്ന്. ആ പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നൊരു ഏഞ്ചലാണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ ആ ആളുടെ കൂടെ പൊയ്ക്കോ, ആളുടെ കൂടെ നീ പൊയ്ക്കോ. കൂടിയിരിക്കുന്ന ആള് പറയോ, കൂടുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്, കൂടുള്ള ദൂതൻ പറയുവാ പൊയ്ക്കോ, അവനെ പേടിക്കണ്ടെന്ന്. എന്നെ പരിപാടിയല്ലേ. അങ്ങനൊരു ലോകത്തിലേക്ക് എന്നെയും നിന്നെയും ദൈവം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 5-6 പേരുടെങ്കിലും അടുക്ക് ചെന്നിട്ട് പറ, അത് അൺറീച്ചബിൾ അല്ല, റീച്ചബിൾ ആണ്.
പറയുന്നുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കണോ പ്രസംഗിക്കണോ? എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ ആരംഭമായിട്ടുള്ളൂ. സോളി മിക്കവാറും അതിന്റെ പകുതി മുക്കാലും പ്രസംഗിച്ചു. ഞാൻ അവളോട് മെസ്സേജ് ഷെയർ ചെയ്യുക ചെയ്തത്, അവൾ പങ്കുവെക്കുക ചെയ്തത്. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പങ്കുവെച്ചതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ചിലതും കൂടെ മനസ്സിലായി പ്രസംഗിക്കണം. കാരണം ഞാൻ വെള്ളിയാഴ്ച ദുബായി പ്രസംഗിച്ചില്ല. ദുബായിൽ ഇൻ ക്രൈസ്റ്റാ പ്രസംഗിച്ചത്. ഗുഡ് മെസ്സേജ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്, കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഓ കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഈ പകൽ മുതൽ നിങ്ങളുടെ ശുശ്രൂഷ നിലവാരം മാറാൻ പോകുന്നു. നിങ്ങൾ ഇനി പോയിട്ട് യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും 1-ാം അധ്യായം മുതൽ അതിന് 20-ാം വാക്യം വരെയും 1-ാം അധ്യായം 10-ാം വാക്യം വരെയൊക്കെ വായിക്കണം. അർത്ഥമേ മാറിപ്പോവും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുക, ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, അനുഭവിച്ചത്. ആ അനുഭവിച്ചതാ ഞാൻ നിങ്ങളോട് പറയുന്നേ. ഞാൻ അനുഭവിക്കുന്ന അതേ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന് അതൊക്കെ പറയുന്നതെന്ന്. ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും പ്രസംഗിച്ചതാ. പക്ഷേ ഇന്നെനിക്കൊരു കാര്യം അറിയാം. യോഹന്നാനെ എങ്ങനെ കർത്താവിനെ കണ്ടോ, തൊട്ടോ, അനുഭവിച്ചോ, അതിൽ ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും കഴിയും. ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി യോഹന്നാന്റെ ലേഖനം വിട്ടിട്ട് നിങ്ങൾ സുവിശേഷത്തിലേക്ക് പോവാം. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കണം. ഒരു പുതിയ റെവലേഷൻ യോഹന്നാൻ പറയുവോ? ഒരു നല്ല ഹാമീൻ പറയാമോ നിങ്ങൾക്ക്? യോഹന്നാൻ അവസാനം 18-ാം വാക്യം വഴിയും പറഞ്ഞു, പിതാവിനെ ആരും കണ്ടിട്ടില്ല, പക്ഷെ പിതാവിനെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയത് ഞാൻ കണ്ടു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, യേശുവിലൂടെ പിതാവിനെയും ആര് കണ്ടിരുന്നു? യോഹന്നാൻ കണ്ടിരുന്നു. യേശു മരിച്ചുയർത്തതിന് ശേഷമാണ് അവർക്ക് ആ റെവലേഷൻ ഉണ്ടായെന്നേ ഉള്ളൂ. എങ്കിൽ അതേ റെവലേഷൻ നമ്മുടെ അകത്തേക്ക് വന്നാൽ അതേപോലെ ഒരു റിലേഷനിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഉള്ളിലെ കൺസെപ്റ്റ് നോക്കിയാൽ നമ്മുടെ ഉള്ളിലെ കൺസെപ്റ്റ് ഇങ്ങനെയാണോ? അല്ല. യേശു നമ്മുടെ കൂടെ വെളിപ്പെടുവെന്നോ, യേശു നമ്മളോടൊപ്പം നടക്കുമെന്നോ, യേശുവിനെ നമുക്ക് കാണാമെന്നോ അങ്ങനെയൊന്നും നമ്മുടെ കളയിലില്ല. നമുക്ക് യേശുവിനെ കാണാൻ ഒരു പിക്ചർ മതി. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ആഗ്രഹിച്ചത്. യേശു വന്നപ്പോൾ പറഞ്ഞു കണ്ടോ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ ആരാധിക്കുന്നില്ല, കൈയടിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിലെ പോലെ എവിടെ ആവണമെന്ന്? ഈ സ്വർഗത്തിലെ പോലെ എങ്ങനെ ഭൂമിയാവുന്നേ? സ്വർഗത്തിലെ പോലെ ഭൂമി ആകേണ്ടതിനാണ് സത്യത്തിൽ ആദാമിനെ ദൈവം ഇവിടെ ആക്കിയത്. ദൈവം എന്ത് ചെയ്തത്? സ്വർഗത്തിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാ ദൈവം ആദാമിനെ ആക്കിയത്. പക്ഷെ ആദാം ഫെയിലായി. യേശു ഈ ലോകത്ത് എന്തിനാ വന്നതെന്നറിയോ? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. പക്ഷേ സ്വർഗത്തിന്റെ പദ്ധതി സ്വർഗത്തിന് ഭൂമിയിലേക്ക് വന്നിട്ട് അതിനെ ഇരട്ടിപ്പിക്കാനാ സ്വർഗത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞത്, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം? സ്വർഗം പോലെ എവിടെ ആകണം എന്ന് പറഞ്ഞ സ്വർഗം ഈ ഭൂമിയെ സന്ദർശിക്കണം, സ്വർഗം ഈ ഭൂമിയെ നിറയ്ക്കണം. സ്വർഗീയ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശരിക്കും പറഞ്ഞ ആത്മലോകം ഭൗമലോകത്തെ സന്ദർശിക്കണമെന്നും ആത്മലോകം ഭൗമലോകത്തിൽ നിറയണമെന്നുമാണ് യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങൊരു ചിന്ത കയറിയിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞത്, ഞാൻ വന്നത് സ്വർഗത്തെ എങ്ങനെയാണോ ഞാൻ കാണുന്നത് അതേപോലെ ഭൂമിയിലാകണമെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ വന്നത്. യേശു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു അല്ലല്ല. അടുത്തിരിക്കുന്നവരുടെ അല്ലല്ല എന്ന് പറ. ഞാൻ പറയുന്ന പോലെ പറ. അല്ലല്ല. എന്നിട്ട് പറഞ്ഞു, അതിന് പകരം യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവർത്തികൾ അഴിയാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ സ്വർഗീയ പാറ്റേൺ ഭൂമിയിലേക്ക് എപ്പോ വെളിപ്പെടുന്നു, അതോടെ യൗവനം വെളിപ്പെടും, അതോടെ രോഗസൗഖ്യം ഉണ്ടാകും. അവിടെ സൂപ്പർ നാച്ചുറൽ ആകാൻ തുടങ്ങും.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ, കർത്താവേ എനിക്ക് അങ്ങോട്ടും വരണം, കർത്താവിന് ഇങ്ങോട്ടും വരണം, എപ്പോഴും പോകും വരികയും ചെയ്യുന്നൊരു പരിപാടിയാവണമെന്ന്. അത് യാഥാർത്ഥ്യമാവോ? അതിനാ യേശു വന്നത്. ആത്മലോകം ഭൗമലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാ യേശു വന്നത്. യേശു ഈ ഭൂമിയിൽ ചെയ്തത് ആത്മലോകത്തിന്റെ ആരംഭമായിരുന്നു. ആത്മലോകം എങ്ങനെയായി ഭൂമിയെ നിയന്ത്രിക്കുന്നതെന്ന് കാണിച്ചു തരിക ചെയ്തത്. മരണത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, അഴുകിയ ലാസറിനെ എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, വെള്ളത്തിന് മേൽ കൂടെ നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഈ ലോകത്തിന് ആ യേശുവിന്റെ മേൽ യാതൊരു സ്വാധീനമില്ലായിരുന്നു. എന്നാൽ യേശുവിന് ഈ ലോകത്തിന് മേൽ മുഴുവൻ സ്വാധീനം ഉണ്ടായിരുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള അടുത്ത ആഴ്ച പ്രസംഗിക്കാം. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ വിശ്വസിക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കര ഉയർത്തി പറയാ, കർത്താവേ ആത്മലോകം ഭൗമലോകത്തെ തൊടുന്നത് ഞങ്ങൾ അനുഭവിക്കേണ്ടതിനെ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് യേശു കൂടെ നടക്കുന്ന, യേശുവിനെ കാണുന്ന അനുഭവത്തിൽ ജീവിക്കാനായി പറ്റും. നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനൊരു ജീവിതം ഉണ്ട്. പരിശുദ്ധാത്മാവേ, ഞാനിന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഉദാഹരണം ഓർമ്മ വന്നു. അതിൻ്റെ ഉദ്ദേശം നീ ഇവരെ ആ വിധത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ഞങ്ങൾ ഈ പകൽ വിശ്വസിക്കുന്ന കർത്താവ്. ഈ സീസൺ അതിൻ്റെയാണ്, ഈ കാലഘട്ടം അതിൻ്റെയാണ്, ഈ സമയം അതിൻ്റെയാണ്. ആത്മലോകം ഭൗമലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയെ നിയന്ത്രിക്കണം എന്നതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളോട് സംസാരിച്ചത്, കർത്താവ് വരുവാനിടയായത്. അത് എത്രത്തോളം ഗ്രഹിക്കുന്നുവോ, നമ്മളതിൽ ജീവിക്കുന്നുവോ, അപ്പോഴാണ് സൂപ്പർ നാച്ചുറൽ എന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നാച്ചുറൽ ആകാൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ അത് സർവ്വസാധാരണമായി നടക്കാൻ തുടങ്ങുന്നത്. അതിൽ ജീവിച്ചാട്ടെ, അതിൽ അനുഗ്രഹിക്കപ്പെട്ടാട്ടെ. ആത്മലോകത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവ് ഓരോ ദിവസവും നിങ്ങളെ നടത്തട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ പേര് ജോൺസി ജോസഫ് എന്നാണ്. ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിൻ്റെ മൂത്ത മകന് ദൈവം ചെയ്തൊരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ ആയിരിക്കുന്നത്. മൂത്ത മോന് കൊടുത്തൊരു അത്ഭുത സൗഖ്യമാണ്. ഈ സിസ്റ്റർ പറയുന്നത് 2017 മകൻ എഞ്ചിനീയറിംഗിന് പഠിച്ചപ്പോൾ അതിശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു. സ്ഥിരമായി ഉണ്ടായതിനു ശേഷം ഈ സിസ്റ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞു, ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അത് പോയി. പക്ഷേ എന്നാൽ ഒട്ടും കുറവില്ലാത്ത കാരണം വേറെ 1-2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കുടലിന് ഇൻഫെക്റ്റഡ് ആകുന്ന പ്രത്യേകതരം ട്രോൺസ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. ആൻഡ് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ക്രോൺസ് എന്ന് പറഞ്ഞ രോഗത്തിന് ചികിത്സ ഇല്ലല്ലോ. ഇല്ല, ഫുഡ് കൺട്രോൾ ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ ചികിത്സ ഇല്ലെന്ന് എന്റെ അറിവ് അവിടെ. പക്ഷെ അവര് 1500 വെച്ച് ഓരോ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. 1500 വെച്ച് ഓരോ ഇഞ്ചക്ഷൻ എടുക്കും. കാരണം എനിക്ക് തോന്നുന്നു ക്രോൺസ് എന്ന് പറഞ്ഞൊരു വിഷയം വയറ്റിലുണ്ടാകുന്ന ഒരു പ്രത്യേക അണുക്കളാണ് അല്ലേ. അത് എനിക്ക് തോന്നുന്നു നാളുകൾ ചികിത്സിച്ചാലും മാറുകയില്ലെന്ന് എൻ്റെ അറിവ്. ഫുഡ് കൺട്രോൾ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ചില ഫുഡ് കഴിക്കാൻ പാടില്ല. പറഞ്ഞാട്ടെ. അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു വ്യത്യാസവും ഈ മകൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ഹോസ്പിറ്റൽ എറണാകുളത്ത് പോയി. അപ്പോൾ ഈ അമ്മ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പോയതൊക്കെയും. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മോനെ നിനക്ക് ട്രോൺസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്, നിനക്കൊരു കുഴപ്പവുമില്ലല്ലോ, നീ ഹെൽത്തി ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം മുൻ കോഴ്സ് കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, അപ്പോൾ ഞാൻ മെഡിസിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ നീ ഒരു മെഡിസിനും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയക്ക് പോയി. എന്നാൽ ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. 2024 ആ മകൻ അവിടെ വെച്ച് വീണ്ടും വയറുവേദന ഉണ്ടാകുകയും ഈ അമ്മയെ വിളിച്ച് പറഞ്ഞു. എന്നാൽ അവിടെ കാണിച്ചപ്പോൾ ലങ്സിന് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാൽ കീഹോൾ സർജറി ചെയ്യാൻ സാധിച്ചില്ല. ഓപ്പൺ സർജറി ചെയ്തു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഈ മകൻ വൊമിറ്റ് ചെയ്തു. അതിനുശേഷം ഈ മകന് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ അമ്മ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, സംസാരിക്കാൻ കഴിയാതിരുന്ന മകൻ ആ സമയം മുതൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ഇതുവരെയും യാതൊരു കുഴപ്പവുമില്ല. ഇന്ന് മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്ക് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്,
ഈ പ്രേയറിൽ വിളിച്ച് പ്രാർത്ഥിച്ച സെക്കൻഡ് മുതലാണോ സംസാരിക്കാൻ തുടങ്ങിയത്? അല്ല, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അതായത് പ്രാർത്ഥിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. കാരണം നാച്ചുറലി ചില ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടും. പക്ഷേ അത്ഭുതം എന്ന് പറയണമെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ട് വിത്തിൻ മിനിറ്റ്സോ വിത്തിൻ ഹവേഴ്സിനകത്ത് അത് റിഫ്ലക്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്കത് കർത്താവ് ചെയ്തതായിട്ട് തന്നെ പറയാം. ഒന്ന് ചുണയായി കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞു. ആദ്യത്തെ പരിശോധനയിൽ ക്രോൺസ് എന്നായിരുന്നു രോഗം. പിന്നത്തെ പരിശോധനയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പരിശോധിക്കുമ്പോൾ ക്രോൺസ് ഇല്ല. അവനെ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന അത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഈ കോട്ടയത്തെ ചർച്ചിൽ വരാൻ കാരണമായത്. ഞാൻ ചാനൽ മാറ്റി നോക്കിയപ്പോൾ കോട്ടയത്ത് ചർച്ചിൽ വരാൻ കാരണമായി ഇത് കാരണമോ? 2018 തൊട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കൈയടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ആ വീടിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കാര്യങ്ങൾ നീർത്തി അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളെ അമ്മോനെയും ഈ കുടുംബത്തെയും മുഴുവനായി അനുഗ്രഹിക്കുന്നു. നന്മയാൽ നിറച്ചാട്ടെ. In Jesus' name. സന്തോഷമായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, പറയാം. എന്തോ ചേച്ചി തന്നെ പറഞ്ഞു. എനിക്ക് ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നമുണ്ട്. ഒരു വാൽവ് ചുരുങ്ങുകയും ഒരു വാൽവ് ലീക്കും ഉണ്ടായിരുന്നു. ഒരു വാൽവ് ചുരുങ്ങിയിരുന്നു, ഒരു വാൽവ് ലീക്കുമായിരുന്നു. ഓക്കെ. പക്ഷെ 3ാമത്തെ പ്രഗ്നൻസിയിലാണ് അത് അറിഞ്ഞത്. ചേച്ചിയുടെ 3ാമത്തെ കുഞ്ഞിന്റെ സമയത്താണ് അതറിഞ്ഞത്. പക്ഷെ ചെറുപ്പം തൊട്ടേ ഉള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ സിസ്റ്ററിന് അപ്പോഴാണ് മനസ്സിലായത്, 3ാമത്തെ ക്യാരി ചെയ്യുമ്പോഴാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി അനുവദിക്കുന്നതല്ല, ആരും പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. 2 ആൾറെഡി കർത്താവ് തന്നോപ്പിടിക്കും. ഓക്കെ. അപ്പം 3ാമത്തെ ആളുടെ സമയത്ത് അറിഞ്ഞേ 3 കുട്ടികളുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒന്നും ചെയ്യണ്ട, കുഴപ്പമില്ല, ഇടയ്ക്ക് വന്ന് ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു 60-65 വയസ്സ് വരെ ഇങ്ങനെ പോകും, പിന്നെ വാൽവ് മാറ്റി വെച്ചാൽ മതി എന്ന്. പിന്നെ എനിക്ക് 2018 ജൂലൈയിൽ സർജറി വേണ്ടി വന്നു പെട്ടെന്ന്. പക്ഷെ സർജറിക്ക് ശേഷം എനിക്ക് ബ്ലഡ് 3 പാക്കറ്റ് തന്നു. 3 പാക്കറ്റ് ബ്ലഡ് തന്നിട്ട് ഈ ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത്, ഇന്റേണൽ ബ്ലീഡിങ് ആണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒന്നും അറിയുന്നില്ല. ബ്ലഡ് തന്നതിന് ശേഷം ബ്ലഡ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വയ്യ. HB ഇല്ല. ഓക്കെ. അപ്പം എന്നെ സർജറി ചെയ്ത ലിസി ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടർ എൻ്റെ സർജറി കഴിഞ്ഞപ്പം വേറൊരു ആൾക്ക് ഹാർട്ട് മാറ്റി വെക്കുക, ഫുൾ ഹാർട്ട് മാറ്റി വെക്കുന്നു. അതുകൊണ്ട് ആ ഡോക്ടറിന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ ബാക്കി ഡ്യൂട്ടി ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഭയങ്കര സീരിയസ് ആണെന്നുള്ളതിൽ എല്ലാവരും സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥന. അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് എൻ്റെ ഹോം നേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കയറ്റുമല്ല അവർ. അപ്പം ഞാൻ ഹോം നേഴ്സിനോട് പറഞ്ഞു വിളിച്ച് പറയണം എൻ്റെ ബ്രദറിനോട്, എൻ്റെ ബ്രദർ വന്നിട്ടുള്ള പ്രയറിന്. അപ്പോൾ ബ്രദറിനെ വിളിച്ച് പറയാം, ജോൺ ബ്രദറിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫോണിൽ ആ പ്രെയർ ഫുള്ള് കണ്ടു, ജോൺ ബ്രദറും സോളി സിസ്റ്ററും കൂടി പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നെ വാർഡിലേക്ക് മാറ്റി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അത് സന്തോഷമുള്ളതാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് തിരിച്ച് നന്മയുടെ മാർഗത്തിൽ കൊണ്ടുവരുന്നു. അവരായിരുന്ന ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്നും അവരെ വിടുവിച്ച് ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എത്ര വർണ്ണിച്ചാലും മതിയാകും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന വേദനയുടെ അനുഭവങ്ങൾ എന്താണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. അതിൽ ജീവിക്കുവാനിടയാകാതെ കർത്താവിൻ്റെ സൗഖ്യത്തിലും സമൃദ്ധിയിലും ദൈവിക സന്തോഷത്തിലും ഓരോ നിമിഷമായിരുന്നാട്ടെ. കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം അപ്പാ. ദൈവത്തിൻ്റെ കരം ചലിക്കണം. ഓരോ ദിവസവും അവരെ നടത്തുന്നത് അവർ അനുഭവിക്കണം അപ്പാ. മക്കളെക്കുറിച്ച് വേദനയോടായിരിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനയോടായിരിക്കുന്ന മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആ കുടുംബത്തിന്മേൽ നിന്റെ കൃപ ചെയ്യണമപ്പാ. അവിടുത്തെ കൃപ ആ കുടുംബത്തിന്മേൽ പകരണം, ആ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. അവരുടെ ലൈഫിനൊരു കർത്താവെ ടേണിംഗ് പോയിൻ്റ് ആക്കട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അവർ തിരിയട്ടെ അപ്പാ. അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിങ്കിലേക്ക് തിരിയട്ടെ അപ്പാ. കർത്താവിങ്കിലേക്ക് തിരിയട്ടെ അപ്പാ. കർത്താവിങ്കിലേക്ക് തിരിയട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അതേപോലെ വാഹനത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന
ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ ആ വീട്ടിലെ കലഹത്തെ, താൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം കലഹമുണ്ടാകുന്ന പോലെ അനുഭവം, ഒരിടത്തും സ്വസ്ഥതയില്ലാത്ത പോലത്തെ അനുഭവം. കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായും വിടുവിച്ചാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായും വിടുവിച്ചാട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളുടെ മേൽ നിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കരം ചലിക്കണം അപ്പാ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. വയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും വേദനയുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സന്തോഷിച്ചാട്ടെ. ഗോഡ് ബ്ലെസ് യു.